ഒരു കാര്യവും കൂടെ അതിൽ പറയാൻ ഓർമ്മിപ്പിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് ഈ ഒരു പ്രതിഷേധ സംഗമം ഈ നടൂർ കൊല്ല ഈ ഒരു സ്ഥലത്ത് നടക്കുന്നത്. ഏറ്റവും വലിയ പ്രശ്നം സമീപ പ്രദേശങ്ങളെ പരിഗണിച്ചു നടൂർ കൊല്ലയെ തഴഞ്ഞു എന്നാണ് വാർത്ത. 1972 പാത നിർമ്മാണം തുടങ്ങി 1978 പൂർത്തീകരിക്കുമ്പോൾ ലെവൽ ക്രോസ് ആയിട്ടുള്ള അടിപ്പാതയോ മേൽപ്പാതയോ ഇല്ലാതിരുന്ന സമീപ പ്രദേശങ്ങളിൽ ഇവയെല്ലാം റെയിൽവേ നടപ്പിലാക്കി. നടൂർ കൊല്ലയെ മാത്രം മനഃപൂർവ്വം തഴഞ്ഞു ഒഴിവാക്കി എന്നാണ് നാട്ടുകാരും അവിടെ എല്ലാ ആൾക്കാരും പറയുന്നത്. അതിൽ വില്ലിക്കുളം ആറാലിമൂട് രാമേശ്വരം ഇരുമ്പിൽ എന്നിവിടങ്ങളിൽ അടിപ്പാതയോ മേൽപ്പാലമോ ചെയ്യുകയും ഈ പ്രദേശവാസികൾക്ക് ഒരു മേൽപ്പാലമോ അല്ലെങ്കിൽ അടിപ്പാതയോ ചെയ്യാത്ത തരത്തിലുള്ള ഒരു നീക്കുപോക്കാണ്. ഇതിൽ വലിയ പ്രതിഷേധം ഒരുപാട് പ്രതിഷേധം ഉപശേഖരണം വലിയ രീതിയിലുള്ള ഉപശേഖരണം നടത്തി ജനങ്ങൾ സമരം ചെയ്തു അപ്പോൾ ഇപ്പോൾ അവിടെ പാത പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും ഇവരുടെ ആ ഒരു ആവശ്യം ഗവൺമെൻറ് അംഗീകരിക്കുക. അതിനു വേണ്ടിയിട്ട് ഈ സ്ഥലം MLAയും MP യും ഒക്കെ അവരോടൊപ്പം നാട്ടുകാരോടൊപ്പം നിൽക്കുക, ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യം പരിഹരിക്കുക. എല്ലാവർക്കും നമസ്കാരമുണ്ട്. രാവിലെ നമ്മുടെ ഒരു പത്രവാർത്തയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലൊക്കെ 2 ദിവസം കൊണ്ട് വളരെ സജീവമായിട്ടുള്ള ഒരു വാർത്തയാണ് നടൂർ കൊല്ലക്കാർക്ക് റെയിൽവേയുടെ കടും പൂട്ട്. എന്തായാലും അത് സത്യമാണ്. കാരണം കുറേ കാലം കൊണ്ട് അവർ കർമ്മസമിതിയും അതുപോലെ തന്നെ ജനകീയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഈ കുന്നത്തുകാല് മഞ്ചവിളാവ് ഭാഗത്ത് നിന്നൊക്കെ പെട്ടെന്ന് അമരവളയിൽ കയറണമെങ്കിൽ ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് നീറകത്തല വഴി അമരവള താന്നിമൂട് എന്ന ജംഗ്ഷനിൽ കയറാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആളപായങ്ങൾ വരെ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നടൂർ കൊല്ല പാത, റെയിൽവേ പാത മുറിച്ച് കിടക്കുന്നത്. സ്കൂൾ കുട്ടികളടക്കം ഒരുപാട് സ്കൂളുണ്ട്. അമരവള, പുല്ലാമല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്കൂളുണ്ട്. നേഴ്സറി കുട്ടികൾ, ഈ നീറകത്തല ദേവി ക്ഷേത്രത്തിൽ പോകുന്നത്, ചർച്ചിൽ പോകുന്നവർ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് റെയിൽവേ ഒരിക്കൽ കൂടി മാറി ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പഴക്കം ചെന്ന ഒരു റോഡാണ് ഈ റോഡ്. സമീപ പ്രദേശങ്ങളെ പരിഗണിച്ചു നടൂർ കൊല്ലയെ തഴഞ്ഞു എന്നാണ് ഇന്നത്തെ രാവിലത്തെ വാർത്ത കണ്ടിട്ടുള്ളത്. അതിൽ 1972 പാത നിർമ്മാണം തുടങ്ങി. അങ്ങനെ ഒരുപാട് ഈ ലെവൽ ക്രോസ് ആയിട്ടുള്ള മേൽപ്പാലം കണ്ണൻകുഴിയിലും ഏതൊണ്ടാങ്കാണിയിലും മേൽപ്പാല നിർമ്മാണം, അതുപോലെ തന്നെ രാമേശ്വരത്തൊക്കെ ഒരുപാട് ഈ നിർമ്മാണം നടക്കുമ്പോഴും ഇതിലൊരു ചിത്രം, ഈ ചിത്രം നോക്കിക്കോ, ഇതിൽ എഴുതിയിട്ടുണ്ട് ആ ചിത്രം. ഞാനിപ്പോൾ പത്രം കാണിക്കുമ്പോൾ തിരിച്ചു വരുന്നതേ ഉള്ളൂ. ഒരുപാട് യാത്രക്കാരൊക്കെ ഈ ഒരു വഴിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ജനകീയ കൂട്ടായ്മയിൽ പങ്കുചേരാം. ആ നാട്ടുകാർക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. നാളെയാണ് ജനകീയ കൂട്ടായ്മയും ഒപ്പുശേഖരണവും ഒക്കെ നടത്തിക്കൊണ്ട് റെയിൽവേക്കും കേന്ദ്രമന്ത്രിമാർക്കൊക്കെ ഇതൊരു നിവേദനം കൊടുക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആവശ്യം നടൂർ കൊല്ല, മഞ്ചവളാകം, അമ്പലം, തൃപ്പല്ലൂർ അങ്ങനെയുള്ള അവിടെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ എളുപ്പമാർഗ്ഗം അമരവളയിലും കളിയിക്കവള പാറശാല ഒക്കെ പോകാൻ പറ്റുന്ന, ഏതെങ്കിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. നീറകത്തല അമ്പലം നടയിൽ കൂടിയാണ് ഈ ഒരു റൂട്ട് പോയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലെ ശക്തമായിട്ടും അവർക്ക് വേണ്ടിയിട്ട് നമുക്കും കൈകോർക്കാം. നാളെ നടക്കുന്ന ജനകീയ കൂട്ടായ്മ, ആ ജനകീയ സമര സമിതിക്ക് വേണ്ടിയിട്ട് നമുക്കും ഒരുമിച്ച് പങ്കുചേരാം. നാളെ രാവിലെ എന്നാണ് ആ ഒരു സമരത്തിൻ്റെ കാര്യങ്ങൾ അവർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അവിടെ ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പമാർഗ്ഗം, റോഡ് മാർഗ്ഗം പോകാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള എളുപ്പമാർഗ്ഗം ഒക്കെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആ ഒരു കൂട്ടായ്മയ്ക്കൊപ്പം ഞാനും കൈകോർക്കുന്നു, നിങ്ങളും കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ നടക്കുന്ന ജനകീയ സമരസമിതിയിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാം. എല്ലാവർക്കും നമസ്കാരം.